കേരളം ഇപ്പോൾ വലിയൊരു സുരക്ഷാ പ്രശ്നത്തിലൂടെയാണ് കടന്നുപോകുന്നത്. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. അതായത് കേരളത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന വ്യാജേന കേരളത്തിൽ ഓരോ ദിവസവും എത്തുന്നത് ബംഗ്ലാദേശികളാണ്. പശ്ചിമ ബംഗാളിൽ BJP സർക്കാർ പിടിമുറുക്കിയതോടെയാണ് ബംഗ്ലാദേശികൾ കേരളത്തിലേക്ക് എത്തിയത്. ഇതിൽ കൂടുതൽ പേർ തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ളവരാണ്. നിലവിൽ കേരളത്തിൽ ബംഗ്ലാദേശികൾക്ക് ആധാർ കാർഡും റേഷൻ കാർഡും ഉൾപ്പെടെ തരപ്പെടുത്തി കൊടുക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നിലവിൽ ഭാരതത്തിലേക്ക് നുഴഞ്ഞുകയറി കേരളത്തിൽ സുരക്ഷിത താവളം കണ്ടെത്തുന്ന ബംഗ്ലാദേശികൾക്ക് വ്യാജ ആധാർ കാർഡ്, അതോടൊപ്പം തന്നെ വോട്ടർ ID, അതോടൊപ്പം തന്നെ പാൻ കാർഡ് എന്നിവ ലഭ്യമാക്കുന്നത് ഒരു ഇസ്ലാമിക ഭീകര സംഘടനയാണെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നത്. അതിൽ പോപ്പുലർ ഫ്രണ്ടിനെ നമുക്ക് സംശയിക്കേണ്ടി വരും. കാരണം പോപ്പുലർ ഫ്രണ്ട് ഈ ഭീകര സംഘടനകൾക്ക് വലിയ രീതിയിൽ സഹായം ചെയ്യുന്നുവെന്ന് NIA-യും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും IB-യും കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത്. എന്നാലും അവർ ഇപ്പോഴും ഒളിഞ്ഞും പാത്തുമൊക്കെ രാജ്യത്തിന് എതിരെ അവർ ഓരോ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവരെ എത്രയും പെട്ടെന്ന് തന്നെ ഉന്മൂലനം ചെയ്ത് കളയണം, അല്ലെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് അവരുടെ നേതാക്കന്മാരെ പിടിച്ച് ജയിലിലേക്ക് ഇടണം എന്നൊരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. കൂടാതെ ഇവരുടെ ചില പോഷക സംഘടനകളുമുണ്ട്. ഈ SDP ഉൾപ്പെടെയുള്ള സംഘടനകളുണ്ട്. അവരും അത്യന്തം അപകടകരമായി ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കേരളത്തിൽ ഇസ്ലാം വിശ്വാസികളുടെ എണ്ണം കൂട്ടാൻ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് 2017 മുതൽ ശ്രമം തുടങ്ങിയത്. ബംഗ്ലാദേശികൾക്ക് വ്യാജരേഖകൾ സംഘടിപ്പിച്ച് നൽകാൻ ചില രാഷ്ട്രീയ നേതാക്കളും സഹായിക്കുന്നുണ്ട്. നുഴഞ്ഞുകയറ്റക്കാർ കൊൽക്കത്തയിൽ എത്തിയാലുടൻ വ്യാജ ആധാർ കാർഡ് സ്വന്തമാക്കും. അതിനായി 2500 രൂപ നൽകിയാൽ വ്യാജ ആധാർ കാർഡ് നിർമ്മിച്ചു നൽകുന്ന സംഘങ്ങൾ മമതാ ബാനർജിയുടെ ഭരണത്തിൽ കൊൽക്കത്തയിൽ സജീവമായിരുന്നു. ഈ വ്യാജ ആധാറുമായി ഇവർ നേരെ എത്തുന്നത് കേരളത്തിലാണ്. ഭീകര സംഘടനയുമായി ബന്ധമുള്ള ചില നാട്ടുകാരുടെ സഹായത്തോടെ വ്യാജ ആധാറിലെ ബംഗാളി മേൽവിലാസം മാറ്റും, പ്രാദേശിക വിലാസം ചേർക്കും. ഇത് അടിസ്ഥാന രേഖയാക്കി കാണിച്ചാണ് വോട്ടർ ID, റേഷൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട്, കാരുണ്യ കാർഡ് എന്നിവ നേടിയെടുക്കുന്നത്. ആധാർ അടക്കമുള്ള എല്ലാ രേഖകളും കേരളത്തിൽ പലയിടത്തും വ്യാജമായി നിർമ്മിച്ചു നൽകുന്നുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട്. ഇതിൽ പോപ്പുലർ ഫ്രണ്ടുകാർക്കും പങ്കുണ്ട്. വിവിധ സർക്കാർ വകുപ്പുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇവർക്ക് വലിയ സ്വാധീനമുണ്ട്. കൊട്ടാരക്കരയിൽ നിന്നും പ്രധാന ഏജന്റ് മുംതാസ് അടക്കം 10 ബംഗ്ലാദേശികൾ ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ പിടിയിലായിരുന്നു. ബംഗ്ലാദേശിലെ ബാഖേർഖഡ് ചലിത മുനിയായിൽ നിന്നും ഭർത്താവ് അജീമാനിനൊപ്പമാണ് മുംതാസ് 13 വർഷം മുമ്പ് ബംഗാളിൽ എത്തിയത്. കേരളം സുരക്ഷിത താവളമാണെന്ന് വ്യക്തമായതോടെ 2017 ഇവർ ചാലക്കുടിയിലേക്ക് എത്തി. 2018 കരുനാഗപ്പള്ളിയിലേക്ക് വരുന്നത്. വൈകാതെ മുംതാസും ഭർത്താവും ബംഗളൂരിലേക്ക് പോയി വ്യാജ ആധാർ കാർഡ് തയ്യാറാക്കി. ഇതിനും പ്രാദേശിക ഒത്താശ ലഭിച്ചു. ബംഗ്ലാദേശിൽ നിന്ന് ഒട്ടേറെ പേരെ കേരളത്തിലെത്തിച്ചു. കേരളത്തിൽ SIR ആരംഭിച്ചതോടെ മുംതാസിന്റെ ഭർത്താവ് അമിജാൻ 2 മാസം മുമ്പ് കുട്ടികളുമായി ബംഗ്ലാദേശിലേക്ക് മടങ്ങി. ഒരാഴ്ച മുമ്പാണ് കൊട്ടാരക്കരയിൽ മിലിറ്ററി ഇന്റലിജൻസും ATSും ഒരു സംയുക്തമായ പരിശോധന നടത്തിയതോടെ ഈ കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വന്നത്. കൂടാതെ കൊട്ടാരക്കരയിലും അതോടൊപ്പം തന്നെ കൊല്ലത്തും അടക്കം ചില അക്ഷയ കേന്ദ്രങ്ങൾ, തിരുവനന്തപുരത്തും അടക്കം ചില അക്ഷയ കേന്ദ്രങ്ങൾ ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിരീക്ഷണത്തിലാണ്. കാരണം അവിടെ പൈസ കൊടുക്കുമ്പോൾ അവർ വ്യാജമായി തന്നെ ഓരോ കാർഡുകളും ചെയ്തു തരുന്നു. ഈ പെരുമാവൂർ അടക്കം ഇവരെ സഹായിക്കാനായിട്ട് മലയാളികളായ കുറെ ഏജന്റുമാരുണ്ട്, കുറെ രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് എന്നടക്കമുള്ള ചില വിവരങ്ങൾ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വ്യാപകമായ ഒരു പരിശോധന നടക്കുകയാണ്. കാരണം ബംഗ്ലാദേശികൾ അത്രത്തോളം അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന വ്യാജന കേരളത്തിലേക്ക് എത്തുമ്പോൾ തന്നെ അവർക്ക് ആധാർ കാർഡ് കൊടുക്കുമ്പോൾ അവർക്കിപ്പോൾ ഏതെങ്കിലും സ്ഥലം, ഇപ്പോൾ ആസാമോ അല്ലെങ്കിൽ ഗുജറാത്തോ എന്ന് പേരിട്ടിട്ട് അവിടുത്തെ ഏതെങ്കിലും ഒരു അഡ്രസ്സ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഇവർക്ക് ഇവിടെ ആധാർ കാർഡ്, റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ അവരെ എത്രയും പെട്ടെന്ന് പിടിക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ സെൻട്രൽ IB ഉൾപ്പെടെയുള്ളവർ ഒരു നീക്കം നടത്തുന്നത്.